ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അച്ഛനും മോളും കൂടെ ദേണ്ട് ഇവിടെ നിന്ന് കളിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കം വേറെ എവിടെയല്ലേ, നമ്മളിന്ന് കടവൂര് പള്ളിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടുത്തെ പെരുന്നാളാണ്. നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നതാണ് കേട്ടോ ഈ കടവൂര് പെരുന്നാളിന്. വേറെ ഒന്നുമല്ല, ഇവിടെ ലൈറ്റിന്റെ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം ലൈറ്റ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കടയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവിടെ വേഫേഴ്സിന്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ് ഒക്കെ ആയിട്ടുള്ളത്. നമ്മൾ ട്രൈ ആക്കിയില്ല. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കൊക്കെ നല്ല രീതിക്ക് കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ലൈറ്റിന്റെ ഷോ ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അച്ഛനും മോളും കൂടെ കണ്ണും കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും അല്ല കേട്ടോ, ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നതാണ് രണ്ടുപേരും കൂടെ. പിന്നെ അച്ഛനും മോളും കൂടെ എന്തൊക്കെയോ കാര്യമൊക്കെ പറയുമായിരുന്നു. ഭയങ്കര ഷോ ആണ് കേട്ടോ അച്ഛനും മോക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നല്ല രീതിക്ക് പുണ്യാളിനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുണ്യാളിന്റെ അടുത്ത് പോയി തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും പൊരി ഉണ്ടായിരുന്നു കേട്ടോ, നേർച്ചയായിട്ട്. അങ്ങനെ കുഞ്ഞുമണി ഇവിടെ നിന്ന് പൊരി കഴിക്കുവാണ്. പിന്നെ ഞങ്ങൾ നേരെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കടയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ പുളിമുട്ടായും അതേപോലെ തന്നെ മൈസൂർ പാക്കും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നേരെ ഒരു പുളിമുട്ടായുടെ പാക്കറ്റ് എടുത്തിട്ടോ. പിന്നെ കുറച്ച് തേൻമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് പോയാലും പള്ളിപ്പെരുന്നാളായാലും ഒരുപാട് കടയില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് കറങ്ങിയിട്ട് പോകല്ലേ നല്ലത്. അപ്പൊ കറങ്ങി നടന്ന എല്ലാ കടകളും കണ്ടേ, അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള എന്റെ ഹോബി. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും കറങ്ങി നടക്കണവേ. അങ്ങനെ ഞങ്ങൾ കറങ്ങി നടക്കുവാണ് കേട്ടോ. ഒരുപാട് കട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്റെ മെയിൻ ഹോബിയാണ് കേട്ടോ ഈ ബാർബിയുടെ ഒക്കെ പാവ കാണുമ്പോൾ നോക്കുന്നത്. പണ്ടത്തെ എന്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ ബാർബി പാവയൊക്കെ വാങ്ങണം എന്നുള്ളത്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എനിക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ കുഞ്ഞുമണിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. കുഞ്ഞുമണിക്ക് അച്ഛൻ്റെ കണക്ക് കുറെ കാറും ജെസിബിക്കാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അപ്പുറം ഇപ്പുറം സൈഡിലായിട്ട് നിറച്ച് കടകളാണ് കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയില്ലേ, ഇപ്പുറത്തെ സൈഡ് മാത്രമായിരുന്നു കേട്ടോ ഇരുന്ന് കറക്കൊണ്ടിരുന്നത്. കുഞ്ഞുമണിയുടെ കയ്യിലിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത മുട്ടായാണ്. പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി വന്നത് കടയിലേക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങണമായിരുന്നേ. അത് നമ്മൾ നേരെ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയം കൊണ്ട് അച്ഛനും മോളും ഇവിടെ നിന്ന് മുന്തിരിങ്ങ തിന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ.